ലേറ്റസ്റ്റ്ലി തുടരും വന്നപ്പോ ഈ ലാലേട്ടന്റെ ചാട്ടം നേരിട്ട് കണ്ട ഒരാൾ കൂടെയാണല്ലോ. അത് ശരിക്കും എങ്ങനെയായിരുന്നു റീല്? അയ്യോ, അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആക്ഷൻ സീക്വൻസുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യാൻ ഭയങ്കര രസമാണ്. ഞാൻ ആറാട്ടിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒന്ന് അദ്ദേഹത്തിനോട് നമുക്ക് അത്രയും റെസ്പെക്റ്റും അദ്ദേഹത്തിനോട് അത്രയും ഇഷ്ടവും. അദ്ദേഹം ആക്ഷൻ ചെയ്യുമ്പോഴോ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അകത്ത് ലാലേട്ടൻ നമ്മളോട് ഭയങ്കര ഒരു സ്നേഹം അതിൻ്റെ അകത്ത് ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആക്ഷൻ്റെ ഇടയിൽ എന്തെങ്കിലും പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പുള്ളി മോഡ് ഷിഫ്റ്റ് ചെയ്ത് ലാലേട്ടനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ആറാട്ടിൽ ഈ മറച്ചടിക്കുമ്പോൾ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തത് സിനിമയ്ക്ക് വന്നതിന് ശേഷം. കാരണം ഇത് കറങ്ങിപ്പോയിട്ട് ഞാൻ തലകീഴായിട്ട് നിൽക്കുക. അപ്പോൾ ബാലൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോൾ തൊട്ട് പിന്നിൽ ജീപ്പുണ്ട്, ഈ ജീപ്പ് പോയി തലയിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് മറച്ചിട്ടതിന് ശേഷം ഇത് ഔട്ട് ഓഫ് ബാലൻസ് ആയത് കണ്ട വഴിക്ക് ലാലേട്ടൻ വന്ന് അപ്പോൾ പിടിച്ച് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ തന്നെ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്യാൻ പുള്ളിക്കറിയാം, നേരെ സ്വിച്ച് ഓൺ ചെയ്യാനും പുള്ളിക്കറിയാം. അപ്പോൾ അതിലൂടെ ആക്ഷൻ ചെയ്യാൻ ഭയങ്കര രസമാണ്. നേരെ ഇതിൽ തുടരുമിൽ വന്നു കഴിഞ്ഞാൽ ഇതേ സീക്വൻസ് തൊട്ട് മുമ്പ് എടുത്തത് എന്താ വെച്ചാൽ തൊട്ട് മുമ്പാണോ അത് കഴിഞ്ഞിട്ടാണോ എനിക്ക് ഓർമ്മയില്ല, എന്നെ വലിച്ച് ഈ മേശപ്പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ ഈ വലിച്ച് ഇട്ടപ്പോൾ എൻ്റെ റോപ്പിലിട്ട് വലിച്ച് മേശമ്മക്കൂടെ അങ്ങനെ വലിച്ചാണ് അപ്പുറത്തേക്ക് വീഴുന്നത്. അപ്പോൾ ഈ ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് AD സാറോ അയ്യോ സാർ അത് ഒന്നാമത് ഹാൻഡിൽഡ് പോകുമ്പോൾ നമുക്ക് ആരൊക്കെ ഫ്രെയിമിൽ വരുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ ഫ്രെയിമിങ്ങിലനുസരിച്ച് ബിനു അതിൻ്റെ ഫോർഗ്രൗണ്ടിലുണ്ട്, ബിനു പപ്പു ഉണ്ട്, അടികെട്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ബാക്ക് ചെയ്ത് വന്നപ്പോൾ പുള്ളിയുടെ പോർഷൻ വന്നു, പുള്ളിയില്ല. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ബിനു അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലാതെ ഇരുത്തണ്ടല്ലോ വെച്ചിട്ട് ADസും പറഞ്ഞു പുള്ളി ഈ ഷോട്ടിലില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് പറ്റി കഴിഞ്ഞാൽ എന്തോ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ എന്താ പറ്റി വെച്ചാൽ ആ ഷോട്ടിൽ ഈ ഫ്രെയിം വന്നപ്പോൾ ഇത് റീടേക്ക് എടുക്കേണ്ടി വന്നു. ആൻഡ് ദാറ്റ് ടു ഇത് ഇങ്ങനത്തെ ഒരു ഷോട്ടാണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ലാലേട്ടൻ ദേഷ്യപ്പെടുന്നത് കാണുന്നത്. ലാലേട്ടൻ പറഞ്ഞു അതെന്താ ഇത്ര റിസ്കി ആയിട്ടൊരു ഷോട്ട് ഒരു ആർട്ടിസ്റ്റ് ചെയ്യല്ലേ, അടുത്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയാലോ. അപ്പോൾ ഇത് ബൈ ഗോഡ്സ് ഗ്രേസ് ഒരു കുഴപ്പമില്ലാതെ പറ്റി. പക്ഷേ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, ബിക്കോസ് ഫ്രെയിമിൽ അദ്ദേഹം ഇരിക്കണം. അത് നിങ്ങൾ നേരത്തെ പറയേണ്ടതായിരുന്നു, എന്താണ് നിങ്ങളത് പറയാഞ്ഞത്, ഇത് ഭയങ്കര ഇംപ്രോപ്പറാണെന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ടാണ്. അവരുടെയും തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ബിഗിനിങ് ഫ്രെയിമിൽ ഒരു പക്ഷേ ഈ ഹാൻഡിൽഡ് പിടിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ സ്റ്റഡിക്കാൻ പിടിക്കുമ്പോഴൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും. കാരണം മൂവ്മെൻറ്റ് നമ്മൾ പക്കാ കൊറിയോഗ്രാഫ്ഡ് ആണെങ്കിലും കുറച്ച് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഇത് വ്യത്യാസം വരും. അപ്പോൾ അങ്ങനത്തെ എഡ്ജിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ആളെ കൊണ്ടുവന്ന് ഇരുത്തേണ്ടതല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ആയിട്ട് കുഴപ്പമില്ല, ചിലപ്പോൾ അടുത്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് ഫ്രെയിം അറിയാമല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് വീഴേണ്ട പോർഷനൊക്കെ എനിക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റി, അതാണ് സത്യം. അപ്പോൾ ഞാൻ കഴിഞ്ഞുകൊണ്ട് പറഞ്ഞില്ല ഏട്ടാ അപ്പോൾ അത് രണ്ടാമത് ചെയ്ത് നന്നായില്ലേ എന്ന് ഞാൻ പോയി പറഞ്ഞു. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ ചെയ്തതിൽ പ്രശ്നമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഏട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞു അതല്ല ശ്രീത്ത്, അത് സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കുറേ അപകടങ്ങൾ കാണുന്നതല്ലേ, അത് വളരെ കെയർഫുള്ളായിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു റിസ്കി ഷോട്ട് എടുക്കുമ്പോൾ ചെയ്യണം. ചാട്ടം പുള്ളി തന്നെ ചെയ്തതാണ്, ഒരു പരിപാടിയും ഇല്ല, ഒരു റോപ്പില്ല, ഒന്നുമില്ല പുള്ളി. അത് കണ്ടപ്പോൾ തന്നെ എക്സ്പ്രഷൻ റിയൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. ഇത് പുള്ളി ഭയങ്കര, പിന്നെ പുള്ളിയുടെ ആ എനർജി ഉണ്ടല്ലോ ഫൈറ്റൊക്കെ എടുക്കുമ്പോൾ പുള്ളി ബാക്ക് ടു യൂത്താണ്. ഒരു 20 വയസ്സുകാരൻ കിടന്ന് കളക്കുന്ന പോലെയാണ്. അപ്പോൾ നമുക്കും ഭയങ്കര രസമാണ്. ഞാൻ ആ സമയത്ത് മുട്ടയൊക്കെ അടിച്ചിരിക്കുക ഈ ഫീനിക്സിന് വേണ്ടി. ആ സമയത്ത് ആ അപ്പിയറൻസിലാണ് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അപ്പോൾ എൻ്റെ അടുത്ത് ആ ക്യാരക്ടർ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് ബിനു പറഞ്ഞു ഞാനിങ്ങനെ തരുണിനെ വിളിച്ചുകൊണ്ടിരിക്കുക, തരുണിനെ ഓപ്പറേഷൻ ജാവയ്ക്ക് വിളിച്ചിട്ട് പോകാൻ പറ്റാത്തതിൻ്റെ വലിയ കുറ്റബോധമുള്ള ഒരാളാണ് ഞാൻ. അതിൽ ഭയങ്കര വേഷമൊന്നും ആയിരുന്നില്ല. പക്ഷേ അന്ന് തരുണിൻ്റെ സത്യം പറയാമല്ലോ, ഞാൻ തരുണിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, തരുണിനെ അറിയില്ല, തരുണിൻ്റെ ആദ്യത്തെ പടം. അപ്പോൾ ഒരു പടത്തിന് വിളിക്കുന്നു, അതിൻ്റെ തലേ ദിവസം വിളിക്കുന്നു, ഒരു വേഷം, ഒരു ചെറിയ പോലീസ് ക്യാരക്ടർ, അപ്പോൾ എൻ്റെ തുടക്കത്തിലുള്ള ഒരു പോലീസ് ക്യാരക്ടർ അതിൻ്റെ അകത്ത് വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ നമ്മൾ സംസാരിച്ച് അത് സെറ്റായില്ല, ശരി ഓക്കെ അങ്ങനെ വിട്ടു. ഭയങ്കര വേഷം വിട്ടു. പിന്നെയാണ് ഈ പടം കണ്ടപ്പോൾ ഈ പുള്ളിയുടെ കയ്യിൽ ഗംഭീര പരിപാടി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പാളിപ്പോയല്ലോ, ഇത് പോയി ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വിളിയോട് വിളിയാ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്ന് അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനം ഇതിന് വിളിച്ചിട്ട് പറഞ്ഞു ശ്രീത്ത് ബിനുവാ പറഞ്ഞത് ഇത്തിന് ചെയ്യാനുള്ള പരിപാടിയൊന്നും ഇല്ല, ഒരു ശരിക്കും പറഞ്ഞാൽ ഫൈറ്റൊക്കെ ചെയ്യാവുന്നൊരു പരിപാടിയേ ഉള്ളൂ. ശ്രീത്ത് ചെയ്താൽ ആ സീൻ ഒന്ന് ലിഫ്റ്റ് ആവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം ഒരു ആക്ടർ ചെയ്യുമ്പോൾ അത് ഒരു ഫൈറ്റർ ആണെങ്കിൽ എന്തായാലും ലാലറ്റ് അടിച്ചിടും, നിങ്ങളായാലും ചിലപ്പോൾ ലാലറ്റ് അടിച്ചു എന്ന് തോന്നിയേക്കാം, പക്ഷെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ഡൗട്ടെങ്കിലും അതിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ
ആ ലിഫ്റ്റ് സീനൊന്ന് ലിഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങളും പിന്നെ ജെയ്സും ആ സീനിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ 2 ആക്ടേഴ്സ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതുണ്ടെങ്കിൽ അതൊന്ന് ലിഫ്റ്റ് ആവും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് ആ സീനിന് എന്തെങ്കിലും ഒരു ലിഫ്റ്റ് അത് കാരണം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ഉപകാരമുണ്ട്. പക്ഷെ എനിക്ക് നല്ല ഉപകാരം കിട്ടി. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാ മീമിലും ചാടിക്കഴിഞ്ഞാൽ കാണിക്കുന്നത് തന്നെയാണ്. അപ്പം നമ്മൾ കുറച്ചൊന്ന് ആ സമയത്ത് ആ റിയാക്ഷനും പുള്ളി ചാടുന്നു. പിന്നെ അതുപോലെ മറ്റേ ഹെഡ്സെറ്റ് വെച്ചിട്ട് മറ്റേ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ മറ്റേ തൂക്കിയിട്ട് അങ്ങനത്തെ ചില ഡയലോഗ്സ് ഒക്കെ ആ ക്യാരക്ടറുടെ മീറ്ററും അത് അയാളുടെ ഒരു പവറും എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വിളിച്ച് പറഞ്ഞു ആ ഫർഹാനെ നോക്കുന്ന നോട്ടം, ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തലങ്ങനെ വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് നോക്കുന്ന നോട്ടവും അങ്ങനെ നമുക്ക് ഒരു സിനിമയിൽ 1 or 2 ഷോട്ട് മതി. അത് അങ്ങനെ പവർഫുള്ളായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീനോ ഒരു ഷോട്ടോ 50 സീനോ എന്നുള്ളതല്ല, അത് എടുക്കുന്ന ആളുടെ കയ്യിലിരിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ അതിൻ്റെ ഒപ്പം കൂടെ പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കാവും. അത് നമുക്കൊരു ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. നമ്മൾ അങ്ങനത്തെ സാധനം ചെയ്താൽ അവർ നിൽക്കും.